ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ എലാസ്റ്റിക്കും സൈഡിൽ ഹുക്കും സിബും ഡോറിയും എല്ലാം കൂടി വരുന്ന ഒരു അംബ്രല സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, അംബ്രല സ്കേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യണോ അതോ സെയിം അളവിലാണോ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനുള്ള ഒരു കൺഫ്യൂഷൻസൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സിബ് ഓപ്പണോ കൊടുക്കാതെയാണ് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാറ്. ഇത് ഞാൻ ഓണത്തിന് ചെയ്തിട്ടുള്ള വർക്കായിരുന്നു. അപ്പം അതിൽ നമ്മൾ സിബും ഓപ്പണിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ഫ്രണ്ടിലെ ബാൻഡും ബാക്കിലെ എലാസ്റ്റിക്കും ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി സിബും ഓപ്പണും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ സെയിം ബാക്കും ഫ്രണ്ടും സെയിം വേസ്റ്റ് റൗണ്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഈ ഒരു സ്കേർട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും സെയിം മെഷർമെൻറ്റ് തന്നെയാണ് വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫാബ്രിക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മോളുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തു, രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12.5 ഇഞ്ചാണ്. അതിലൂടെ നമ്മളൊരു 0.5 ലൂസും പ്ലസ് ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് സൈഡിൽ സിബ് വെച്ചെടുക്കണം, പിന്നെ രണ്ട് സൈഡും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാനും വേണം, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് 12.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 14 ഇഞ്ചാണ് ഇപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട്. അപ്പോൾ നമ്മൾ ആ 14 ഇഞ്ചിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ടായിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ സ്കേർട്ടിന് നമ്മൾ 39 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അംബ്രല്ല സ്കേർട്ടിന് അറിയാം, ഒരു സൈഡിൽ നമ്മളൊരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ലെങ്ത്തിലൊക്കെ കുറവാണെങ്കിൽ ചെറിയ അളവൊക്കെ ആകുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാതെ തന്നെ കിട്ടും. ഇതിൽ നമുക്കതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും സൈഡ് ഭാഗം ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്നൊന്ന് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഒന്ന് നോക്കാം. രണ്ടിൻ്റെ വേസ്റ്റ് വരുന്നത് സെയിം തന്നെയാണ്, അതായത് 7 ഇഞ്ചാണ് വേസ്റ്റ് കൊണ്ട് വരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഇപ്പോൾ ഹിപ്പ് റൗണ്ട് കൂടുതൽ, അതായത് സീറ്റ് റൗണ്ട് അതിൻ്റെ ഭാഗം കൂടുതലുള്ളവർക്ക് നമ്മൾ ഓപ്പണിംഗ് ഒന്നും കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് സ്കേർട്ട് നമുക്ക് ഇടാനായിട്ട് വേസ്റ്റ് കുറവായിരിക്കും. ഹിപ്പ് റൗണ്ട് കൂടുതലായിരിക്കുമ്പോൾ മുകളിലേക്ക് നമുക്ക് വലിച്ച് കയറ്റാനായിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണിംഗ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇടാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും മെയിൻ ക്ലോത്തിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ലൈനിങ് ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു പീസ് വെച്ച് മറിച്ചിട്ട് സിബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മെയിൻ ക്ലോത്തിൽ സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് ജോയിൻ ചെയ്തെടുക്കേണ്ട ആ പീസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങും ഞാൻ സെയിം മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിലില്ല. നോർമലി നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ചെയ്ത പോലെ തന്നെയാണ് ലൈനിങ്ങും ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ലൈനിങ്ങും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സിബിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7 ഇഞ്ച് വരെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് അതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ സിബ് വെച്ച് അത് ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ലൈനിങ്ങും കൂടി അതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ലൈനിങ് ആ സിബിനെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു സൈഡിലെ ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിത് വൺ സൈഡിൽ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ആ സൈഡ് സിബ് വെച്ച സൈഡ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഒരു സൈഡ് സിബ് വെച്ച സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് 14 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് ഉള്ളൂ, എന്നാലും ഞാൻ 16 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ് കൂടി എടുത്തിട്ടുണ്ട്, ലൈനിങ്ങിൻ്റെ ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്ന ബാക്ക് ബാൻഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു പീസ്, അതായത് ബാക്കിൽ ബാൻഡിന് വേണ്ട ഇലാസ്റ്റിക് വെക്കേണ്ട ആ ഒരു പീസ് ക്ലോത്തിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു 8 ഇഞ്ചിന് ഇലാസ്റ്റിക് എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട് മറ്റേ സൈഡിൽ നമുക്ക് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബാൻഡിൻ്റെ മറ്റേ സൈഡൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എലാസ്റ്റിക്കിനെ പുറത്തേക്ക് എടുക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മളിപ്പോൾ പിൻ കുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 12.5 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അതിൽ നമ്മളൊരു 5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് 8 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബാൻഡ് ബാക്ക് പൊസിഷനിലേക്ക് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൂടെ ആ ഇലാസ്റ്റിക് പുറത്തേക്ക് വലിച്ചെടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപോലെ വലിച്ചു കൊടുക്കുക, എന്നാലാണ് അതൊന്ന് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അതിനുശേഷം സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ചുരുണ്ട് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലെ ബാൻഡ് ഉള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ ഫേസിങ് പേപ്പർ എടുത്തിട്ട് നമ്മളെ ബാക്കിൽ ബാൻഡിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിൽ ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ അയൺ ചെയ്തെടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ നമ്മൾ സെൻറ്ററും ഒന്ന് നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് എലാസ്റ്റിക്കിൻ്റെ വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ സൈഡിലൊന്ന് നൈസായിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലെ സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് ആ ബാൻഡിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നോർമലി നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ബാൻഡ് സ്റ്റിച്ചിങ്. അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തിട്ടും കൂടി നല്ല വൃത്തിക്ക് നമുക്ക് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
എന്നിട്ട് നമുക്ക് എക്സസ് സ്പേസ് ഉണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടുതലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കുറഞ്ഞ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ബാൻഡ് എടുത്തത്. ഇത് ഫോൾഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് തള്ളി നിന്നാലും കുഴപ്പമില്ല, ഹുക്കൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിന് കുറച്ച് മാത്രമാണ് ഫ്രണ്ടിലേക്ക് കുറച്ച് നീട്ടിയിടുന്നുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സേഫ്റ്റി പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അത് തെന്നി പോകാതിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിത് വലിച്ചു പിടിച്ച് അടിക്കുമ്പം അത് ചുരുണ്ട് പോകാനും അല്ലെങ്കിൽ കയറ്റിറക്കം പോലെ വരാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പിൻകുത്തി കൊടുത്തിട്ട് എന്ത് സ്റ്റിച്ച് നമ്മൾ പിൻകുത്തി കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ പിന്നെ രണ്ടാമതൊരു പണി എടുക്കേണ്ടി വരില്ല. അല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഇത് അഴിച്ചഴിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് പിൻകുത്തി കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ഇവർക്ക് ഹുക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പം നമ്മൾ ഹുക്കൊക്കെ ഇടാനായിട്ടുള്ള ഒരു പടി പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ മറ്റേ സ്റ്റീലിൻ്റെ പടി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊന്ന് പ്ലീറ്റ് ചെയ്തിട്ട് സ്കേർട്ടിൻ്റെ എലാസ്റ്റിക്കുള്ള ഭാഗത്തിൻ്റെ ആ സൈഡിലാണ് നമ്മളിപ്പോൾ ഇത് വെച്ച് കൊടുത്തുള്ളത്. ഒരു സെൻറ്ററിലും കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ സിക്സാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നോർമലി നമുക്ക് മടക്കി വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, പക്ഷേ അംബ്രല്ല സ്കേർട്ടിനൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പം ഇങ്ങനെ സിക്സാക്ക് ചെയ്തെടുക്കുന്നതാണ്. ആദ്യമൊക്കെ ഞാൻ മറ്റേ മെഷീനിലായിരുന്നപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിലായപ്പോൾ അൽഹംദുലില്ലാ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഹുക്ക് വെച്ചു. ഹുക്ക് വെച്ചിട്ട് നമ്മൾ അതൊന്ന് നല്ലപോലെ അതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഹുക്ക്. ഇനി നമുക്ക് ഇവർ ഒരു ഡോറി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോറി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ട് സൈഡിലും കുറച്ച് നീക്കിയിട്ട് അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇപ്പം ഞാൻ രണ്ട് സൈഡിലും ഡോറിയും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് നോർമലി കിട്ടുന്ന പോലെ തന്നെ കെട്ടിക്കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഇൻഷാ അള്ളാ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം.